പഠിക്കാൻ പോകുന്നത് ആംബിയസ് സർക്യൂട്ട് ലോ ആണ്. എന്താണ് ആംബിയസ് സർക്യൂട്ട് ലോ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ലോ that gives a relation between current and the magnetic field around the conductor carrying current. നമുക്കറിയാം, in electrostatics we have studied Gauss's theorem. Gauss's theorem gives the relation between charge and the electric field around it. ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഉള്ള ബന്ധം തരുന്നതാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. ചാർജ് ഒരു കോസ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ടേംസിലാണ് നമ്മൾ ആ റിലേഷൻ തരുന്നത്. അതിന് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താണ്? ദ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. ഇപ്പോൾ ചാർജ് കോസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡോ ഇലക്ട്രിക് ഫ്ലക്സോ അതിൻ്റെ എഫക്റ്റ് ആയിട്ട് വരും. അപ്പോൾ തമ്മിലുള്ള റിലേഷൻ തരുന്ന ലോ ആയിരുന്നു ഗോസസ് തിയറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ കാരണമായ കറണ്ടുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് കാണിക്കുന്നതാണ് ആംബിയസ് സർക്യൂട്ട് ലോ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ സർഫസ് ഇൻറ്റഗ്രൽ പറഞ്ഞപ്പോൾ, ഈ കേസിൽ ആംബിയസ് സർക്യൂട്ട് ലോയിൽ നമ്മൾ വേറെ ഇൻറ്റഗ്രലാണ് എടുക്കുന്നത്. ഇറ്റ്സ് കോൾഡ് എ ലൈൻ ഇൻറ്റഗ്രൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആംബിയസ് സർക്യൂട്ട് ലോ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. അതായത് സ്പേസിൽ നമ്മൾ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് പരിഗണിക്കുകയാണെങ്കിൽ we can state Ampere's circuit law as follows. The line integral of the magnetic field around any closed loop is equal to μ0 times the net current enclosed by the loop. That is statement. The line integral of the magnetic field around any closed loop is equal to μ0 times the net current enclosed by the loop. This can be mathematically written as integral closed line integral of B vector dot dl vector. This is the closed line integral of magnetic field around any closed loop. This is equal to μ0 times the current, net current enclosed. I is the current enclosed by the loop. ഇതിൻ്റെ മീനിങ് നമുക്ക് ഈ ഫിഗർ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം. Here we have a conductor. It carries a current I. As we already know, the magnetic field due to this current carrying conductor will be in circles like this. If the conductor is grasped in the right hand such that the stretched thumb gives the direction of the current, then the curved fingers around the conductor gives the direction of the magnetic field. അതനുസരിച്ച് ഇവിടെ ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു സർക്കിൾ അതാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്, ഈ കേർവ്ഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആംപീരിയൻ ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇഫ് യു കൺസിഡർ എ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് എനി ഷേപ്പ് അറൗണ്ട് ദിസ് കണ്ടക്ടർ, ഇറ്റ് മേ ബി കോൾഡ് ആംപീരിയൻ ലൂപ്പ്. ഇവിടെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അത്ര ഒരു ലൂപ്പ്. ആ ആംപീരിയൻ ലൂപ്പ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ആംപീരിയൻ ലൂപ്പിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ എക്സാമ്പിളായിട്ട് ഈ പോയിന്റ് എടുക്കണം. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം ആക്ച്വലായിട്ട് സർക്കിള് പാത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്, സർക്കിളിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഇവിടെ ഈ സർക്കിളിന് ഡോട്ടഡ് ആയിട്ടുള്ള ഈ സർക്കിളിന് വരയ്ക്കുന്ന ടാൻജന്റ് ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ബി വെക്ടർ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഈ ഒരു പോയിന്റിൽ റൈറ്റിലേക്ക് ഈ സർക്കിളിന് ഡോട്ടഡ് ആ സർക്കിളിന് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ it is inclined at an angle theta with the direction of the loop. ലൂപ്പിന്റെ ഈ പോർഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ലൂപ്പിലെ ചെറിയൊരു എലമെന്റ് ലെങ്ത് dl വെക്ടർ എടുക്കുകയാണ്. ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ. ദിസ് dl വെക്ടർ വിൽ ബി along the loop. It is inclined at an angle theta. Then we can find the dot product of b vector and dl. It will be b vector dot dl vector will be b dl into cos theta.
V dl cos theta is the value of B vector dot dl vector. It is the product of the magnitude of dl vector. It is the product of dl and the component of B vector parallel to dl vector. That means B cos theta. B cos theta is the component of B vector parallel to the length element dl. So this is the dot product of a B vector and a dl vector. Now the line integral means integral of this along the curved path. This is the left hand side and it will be equal to mu 0 times the current enclosed. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇത് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ we can write this as a close the line integral of B dl cos theta equals mu 0 into I. ഈ ഒരു കേസിൽ കറണ്ട് I ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ B എന്ന് പറയുന്നത് ഈ ആംബിയൻ ലൂപ്പിൽ if B is tangential to the loop and also the value of B vector, that means the magnitude of B is constant at every point along the loop, then we can write this as a close the line integral of B dl equals mu 0 I. Parallel ആണെങ്കിൽ cos theta cos 0 ആവും, അത് 1 ആയിട്ട് മാറും നമുക്കറിയാം. So this will be B into B is constant at every point on the loop. ആ ലൂപ്പിൽ എല്ലാ പോയിന്റിലും B എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ B into integral of dl വരും. B into closed integral of dl equals mu 0 I. Closed integral of dl എന്ന് പറഞ്ഞാൽ അത് L ആയിട്ട് നമുക്ക് എടുക്കാം. സോ B into L equals mu 0 I. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. mu 0 I. ഈ ഒരു കേസിൽ സർക്കുലർ പാത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആംബിയൻ ലൂപ്പ് സർക്കുലർ പാത്തായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ടു ദ ആംബിയൻ ലൂപ്പ്. സർക്കുലർ ആയിട്ടുള്ള ആംബിയൻ ലൂപ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആംബിയൻ ലൂപ്പ് കോയിൻസൈഡ്സ് വിത്ത് ദിസ് ഡോട്ടഡ് സർക്കിൾ, then the magnetic field will be tangential to the loop at every point and the magnitude of the magnetic field will be the same at every point. In that case we can write this integral form like this: B into L equals mu 0 into I if I is the current enclosed. അപ്പോൾ length of the closed loop into B equals mu 0 എന്ന സിമ്പിൾ ഫോമിലേക്ക് മാറും എങ്ങനെയാണെങ്കിൽ if the magnetic field is tangent to the ambient loop at every point and also has the same magnitude B, then we can write the same law in the form B into length of the path is equal to mu 0 times the current enclosed I എന്നോ I എന്ന് എഴുതാം. ഈ സ്പെഷ്യൽ കേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു തന്നത് ഇതാണ് ആംബിയർ സർക്യൂട്ട് ലോ മാത്തമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ. Now we assume that in certain cases the magnetic field B vector will be tangential to the ambient loop considered at every point and also B vector has the same magnitude at every point. ഒരു ambient loop നമ്മൾ പരിഗണിക്കുമ്പോൾ ആ ambient ലൂപ്പിലെ ഓരോ പോയിന്റും ടാൻജൻഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇന്റഗ്രലിന്റെ പോർഷനിൽ നമ്മൾ ലെങ്ത് ഓഫ് ദ പാത്ത്, length of the ambient loop or length of the path into B എന്ന് എഴുതാം. That is equal to mu 0 times the current at loss current. So L into B equals mu 0 into I. ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇൻഫിനിറ്റ് ലോങ് ആയിട്ട് സ്ട്രെയിറ്റ് കണ്ടക്ടറുടെ I എന്ന കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. For that we consider this case. This is an infinitely long straight conductor. It carries a current I. We are going to find the magnetic field at a point P at a distance R from the conductor. അങ്ങനെ കണ്ടെത്താനായിട്ട് നമ്മൾ P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. For that we imagine an ambient loop in the form of a circle of radius R. And this circle will pass through the point P. Now we can find the field at P as follows. At P works magnetic field B vector and the length element dl vector of the path will be parallel to each other
So we can write B vector dot dl vector equals B dl. So when we take the integral along the path, we can write this integral simply as L into B equals mu 0 into I. ആ കേസിൽ L into B equals mu 0 into I എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുകയാണെങ്കിൽ L എന്തായിരിക്കും? L is the total length of the ambient loop. That means it is the circumference of the circle of radius r. So it will be 2 pi r. 2 pi r into B എന്താണെന്ന് എഴുതാൻ പറ്റും നമുക്ക്? This 2 pi r into B will be equal to mu 0 times the current enclosed is I. So I. So we can write B equals mu 0 I divided by 2 pi r. ഇതാണ് magnetic field due to the infinitely long straight conductor carrying current I at a distance r from it. Clearly, B is proportional to 1 by r here. ബാക്കിയുള്ള കോൺസ്റ്റന്റ് ആണ്. So B is proportional to 1 by r. So if the point B lies outside the conductor, then the magnetic field due to the conductor is inversely proportional to the distance from the conductor. Okay. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. Figure below shows a straight wire of circular cross section, radius small a, carrying a steady current I. The current I is uniformly distributed across the cross section. Calculate the magnetic field in the region small r less than small a and small r greater than small a. This is the conductor. It is of radius small a. The radius എന്ന് പറയുന്നത് small a ആണ്. Now, in order to find the magnetic field at a point outside this conductor, at a distance r from the center, we consider an ambient loop 2 in the form of a circle concentric with the center of the conductor, lying in a plane perpendicular to the length of the conductor. Now, at every point along this circle also, magnetic field will be tangential to the circle and has the same magnitude by symmetry. So we can use the simple form of Ampere's circuit law as a LB. L into B equals mu 0 into the current enclosed. Here L is the total length of the ambient loop of radius small r, that means 2 pi r. This into B gives mu 0 into the current enclosed means I. Therefore B equals mu 0 I divided by 2 pi r. This shows that B is inversely proportional to the distance from the center if the point is outside the conductor. This is the case for which r greater than a. Now we consider the case in which the point lies inside the conductor. That means r is less than a. R less than a ആയിട്ടുള്ള ഒരു കേസ് എടുക്കുന്നു. So for that we consider this ambient loop of radius small r which is less than a. This ambient loop of 1. Ambient loop 1 ആണ് ഈ കാണുന്നത്. We can apply Ampere's circuit law in a similar way. Here also we have L into B equals mu 0 into I. Here L is the total length of the path equals 2 pi into r, where r is less than a, and also we have to find the current enclosed I here. It is different from capital I. ഇവിടെ ഈ ഒരു ആംബിയന്റ് ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐ അല്ല, അതിന്റെ ഒരു ചെറിയ പോർഷനെ കടന്നു പോകുന്നുള്ളൂ. അത് നമുക്ക് ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഓവർ ദ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് എൻക്ലോസ് ചെയ്യുന്ന ഈ ഒരു ചെറിയ റേഡിയസ് ഉള്ള സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഐ എന്തായിരിക്കും? ഐ എന്ന് പറയുന്നത് കറണ്ട്, ആവറേജ് കറണ്ട് ഡെൻസിറ്റി, ടോട്ടൽ കറണ്ട് ആയി പാസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏരിയ പൈ എ സ്ക്വയർ ആണ്. സോ I divided by pi a square will be the current density, current passing through unit area. This into area enclosed by this ambient loop is given by pi r square. ഈ ambient loop അതിന്റെ റേഡിയസ് r ആയതുകൊണ്ട് അതിന്റെ
circular area pi r square ആയിരിക്കും. So this will be the current enclosed by the inner ambient loop. That means the current enclosed will be equal to I into r square divided by a square. Pi cancel. So we can write this circuit law as the one becomes L means 2 pi r and B equals mu 0 into I means I into r square divided by a square. Therefore we get B equals mu 0 I r, but the r cancel home, so we get mu 0 I r divided by 2 pi into a square. Mu 0 I into r square, but the r bombo, ഇവിടെ ഒരു r കിട്ടും റൈറ്റ് സൈഡിൽ. സോ mu 0 I r divided by 2 pi താഴെ വരുമ്പോൾ 2 pi a square. Here we see that B is therefore B is proportional to r. That means inside the conductor the magnetic field will be proportional to the distance from the center, and outside the conductor it will be inversely proportional to the distance from the center. Comparing these two, we can draw the graph showing the variation of magnetic field with the distance from the center of the conductor. അതെങ്ങനെ വരയ്ക്കാൻ പറ്റും അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. We consider the graph like this. This is r and this is the magnetic field. Then here when r is less than a, the graph is a straight line graph passing through the origin. That means like this. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആയിരിക്കും മാഗ്നെറ്റിക് ഫീൽഡിന്. എവിടെ വരെ വേരി ചെയ്ത് r = a ആകുന്നത് വരെ ജസ്റ്റ് സർഫസ് വരെ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റ് വരെ ഇവിടെ r = a ആണ്. ആ ഒരു പോയിന്റ് വരെയും വേരിയേഷൻ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ദ ഡിസ്റ്റൻസ് ഓൺ ദ സെന്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പർബോളിക് പാത്തായിരിക്കും. This is the variation of magnetic field due to the conductor with the distance from the center of the conductor. Up to the surface of the conductor, magnetic field is directly proportional to the distance from the center, and thereafter it decreases along a hyperbolic path due to this relation. Okay. ഇനി നമ്മൾ പഠിക്കുന്നത് magnetic field due to a solenoid ആണ്. What is a solenoid? Solenoid is a coil made by winding insulated copper wire on a cylindrical non-magnetic frame. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ അല്ലെങ്കിൽ ഏതെങ്കിലും വയർ വളരെ ക്ലോസ് ആയിട്ട് വൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കോയിലാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. ആ സോളിനോയിഡ് ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. അത് കാണിക്കുന്ന ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സോളിനോയിഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. അതിൻ്റെ ആ ബിഹേവിയർ കാണിക്കുന്ന ഒരു ഫിഗറാണ് നമ്മൾ ഇവിടെ ഫിഗർ എ ആയിട്ട് കൊടുക്കുന്നത്. ദിസ് ഇസ് ദ സോളിനോയിഡ്. ക്ലിയർ ആകാൻ വേണ്ടി അതിലെ വൈൻഡിങ്സ് അകത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ കോയിലിൻ്റെ ഏത് സൈഡ് നോക്കുമ്പോഴാണോ അതിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ആ സൈഡ് അതിൻ്റെ നോർത്ത് പോൾ ആയിരിക്കും. അതുപോലെ ഏത് സൈഡിൽ നോക്കുമ്പോഴാണോ അത് ക്ലോക്ക് വൈസ് ആയിട്ട് കാണപ്പെടുന്നത് ആ സൈഡ് അതിൻ്റെ സൗത്ത് പോൾ ആയിരിക്കും. അതാണ് ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തടുത്ത ടേൺസിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ടേൺസിൽ ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇതൊരു ടേൺ ആണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഫോം ചെയ്യുന്നത്. അടുത്ത ടേൺ നോക്കാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫോം ചെയ്യുന്നത്. അടുത്തടുത്ത കോയിലുകളിലെ മാഗ്നറ്റിക് ഫീൽഡുകൾ പരസ്പരം നള്ളിഫൈ ചെയ്യുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോയിലിൻ്റെ ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വീക്കായി.
വളരെ വീക്കായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഈ സൈഡിൽ ഉണ്ടാവും, അങ്ങനെ ചുറ്റിനും ഉണ്ടാവും. അതേസമയത്ത് അതിൻ്റെ ഉള്ളിൽ ആക്സിയലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഏകദേശ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സോളിനോയിഡിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ വശങ്ങളിൽ വളരെ വീക്കായിരിക്കും. അതിൻ്റെ ആക്സിയലായിട്ടുള്ള ഭാഗങ്ങളിൽ, അതിൻ്റെ കോറിൽ മാഗ്നറ്റിക് ഫീൽഡ് വിധം സ്ട്രോങ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്തിട്ട് സോളിനോയിഡിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. എന്താണ് ആംബിയർ സർക്യൂട്ടിലോ? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് around any closed loop is equal to mu 0 times the net current enclosed by the loop. ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലൂപ്പിനകത്ത് കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ആ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചാണ്. ലൈൻ ഇന്റഗ്രൽ, ആ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് magnetic field around any closed path is equal to mu 0 times the net current enclosed by the path. ഇപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ, ഒരു സോളിനോയിഡിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുകയാണ്. നെടുനീളത്തിൽ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നു. ഈ കാണുന്നത് അതിൻ്റെ ടേൺസ് ആണ്. ആ ടേൺസ് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു കാണിക്കാൻ ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് കറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഓരോ ടേണിലും. അതാണ് ക്രോസ് കൊണ്ടിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ടേൺസ് ഉണ്ടോ അത്രയും ടേൺസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും. ഈ കോയിലിൽ അല്ലെങ്കിൽ സോളിനോയിഡിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ ക്യാപിറ്റലിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആക്സിയലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രോങ് ആയിട്ടുള്ള യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ആക്സിയലായിട്ടുണ്ട്. ബി ആണ് നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അത് ഇതിനകത്ത് യൂണിഫോം ആയിരിക്കും. പാരലൽ ലൈൻസ് കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഫിഗറിൽ. ഇനി ഇവിടെ പറഞ്ഞ ഈ എഫക്റ്റ് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഫീൽഡ് വളരെ വീക്കായിരിക്കും. രണ്ട് പോയിന്റ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് വെൽ ഇൻസൈഡ് ഇറ്റ്, ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട് സൈഡ്. ഏതാണ്ട് മിഡിൽ പോർഷനിലാണ് ഈ രണ്ട് പോയിന്റ് കാണിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് ബി ആയിരിക്കും. മുകളിലത്തെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് ആൾമോസ്റ്റ് 0 ആയിട്ട് നമുക്ക് എടുക്കാം. വളരെ വീക്ക് ആയിട്ടുള്ള ഫീൽഡാണ്, അത് നമുക്ക് 0 ആയിട്ട് കണക്കാക്കാം. Now, in order to find the value of the magnetic field inside this solenoid, we have to consider an Amberian loop. ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ഇമാജിനറി പാത്താണ് ആംബിയൻ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരം ഒരു ആംബിയൻ ലൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സിമട്രി പ്രിഫർ ചെയ്യുന്നതായിരിക്കണം. ആ ആംബിയൻ ലൂപ്പിൻ്റെ ഏതെങ്കിലും പോർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതുപോലെ അതിന് പാരലായിട്ട് വരണം. മറ്റു ചില ഭാഗങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആകാം, അല്ലെങ്കിൽ 0 ആകാം. അപ്പോൾ അങ്ങനെയുള്ള സിമട്രി വരുന്ന ടൈപ്പ് ഒരു ആംബിയൻ ലൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റെക്ടാംഗുലർ ആയിട്ടുള്ള ആംബിയൻ ലൂപ്പ് നമുക്ക് എടുക്കാൻ നിർത്തിയുള്ളൂ. ABCD is the ambient loop selected in order to find the magnetic field B at the point P inside the solenoid. Now, the line integral of the magnetic field along this ambient loop will be equal to L into B, where L is the length of the path or length of the loop where the magnetic field B is constant and is parallel to the line. അപ്പോൾ ഈ പാത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ AB എന്ന് പറയുന്ന പോർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. B ആണ് എൻ്റെ വാല്യൂ. അതേ സമയത്ത് നമ്മൾ BC അതുപോലെ DA എന്ന് പറയുന്ന രണ്ട് ലെങ്കുകൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. ഈ ഭാഗങ്ങളിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് BCയും DAയും എടുക്കുകയാണെങ്കിൽ there is no magnetic field tangential to the path or along the path BC and DA. Magnetic field is parallel to the path along AB while there is no magnetic field along CD. അപ്പോൾ ഇവിടുത്തെ മൊത്തം ലൈനുകൾ പറയുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു സെഗ്മെന്റ് AB എന്ന് പറയുന്ന പോർഷൻ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടുള്ളതായിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ എല്ലായിട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ലെങ്ത് നോക്കിയാൽ ഒരു സ്മോൾ h is the length of the Amberian loop. DC എന്ന് പറയുന്ന ലെങ്ത് അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ലെങ്ത് സ്മോൾ h ആണ്. സോ വി ക്യാൻ ഫൈൻഡ് L as h.
So LB is equal to mu 0 times the net current enclosed. ഇതാണ് ആംബിയർ സർക്യൂട്ടിലൂടെ സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദ ആംബിയർ ലൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ, ഏതെങ്കിലും പോർഷനിൽ പാരലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ ലെങ്ത് മാത്രം ഇവിടെ മതി. പെർപെൻഡിക്കുലർ റീജിയനിൽ നമുക്ക് ആ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ 0 എന്ന് എടുക്കാൻ പറ്റും. സോ along BC, CD and DA the line integral will be 0. BC ക്ക് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ടാൻജൻഷ്യൽ ആയിട്ട് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് ആ ലെങ്ത് എഫക്റ്റീവ് അല്ല. അതുപോലെ CD-യിൽ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് അത് എഫക്റ്റീവ് അല്ല. DA-യിൽ ഇതിന്റെ ഉൾഭാഗത്ത് പെർപെൻഡിക്കുലർ ആണ്, ഔട്ട് സൈഡിൽ ഫീൽഡ് ഇല്ല, അതുകൊണ്ട് ആ ഭാഗത്ത് ടാൻജൻഷ്യൽ ആയിട്ട് ഫീൽഡ് ഇല്ല. അങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് ഫീൽഡ് ഇല്ലാത്ത പോർഷനായ BCDA എന്ന് പറയുന്നതിന്റെ ലൈൻ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അവശേഷിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രമായിരിക്കും. അപ്പോൾ അതിൽ L into B എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കാം, കാരണം B is constant and tangential to the path. So LB is the value of the line integral in simplest form, and it is equal to mu 0 into IE, where I is the total current enclosed by the ampere loop. Now what is the value of L? It is H. So we can write this as H into B equals mu 0 into IE, the net current enclosed. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? I എന്ന് പറയുന്നത് the number of turns inside the loop നമ്മൾ കണ്ടുപിടിക്കും. ഒരു ടേണിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായ I ആണെന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻസൈഡ് ദ ലൂപ്പ്, അമ്പീരിയൻ ലൂപ്പ് നമ്മൾ എടുക്കുന്നു, അത് ഇൻറ്റു I ആയിരിക്കും ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് എന്ന് പറയുന്നത്. If small n is the number of turns per unit length, then the number of turns in the length h will be n into h, and the current flowing through each turn is I. Therefore, the net current enclosed by the ampere loop will be nh into I. From this, we get B as V is equal to mu 0 into Ni. H cancel. This is the value of the magnetic field inside the solenoid. Outside 0. Inside ഇതാണ്. രണ്ട് എൻഡിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ ഉണ്ടാവും നമുക്കറിയാം. ഈ സൈഡിൽ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ വളരെ കുറവാണ്. നമ്മൾ കോറിലെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. The point P is very inside it. For if the solenoid is very long, then the value of the magnetic field is going to be equal to mu 0 into Ni. ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? Direction is given by Fleming's right hand rule. Right hand rule എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? Curl the fingers of the right hand such that the curled fingers gives the direction of flow of current through the coil. Then the stretched thumb gives the direction of the magnetic field. അപ്പോൾ magnetic field റൈറ്റിലേക്ക് ആയിരിക്കും. ഈ ഫിംഗേഴ്സ് കാണിക്കുന്നത് ഈ ടേൺസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് expression for the magnetic field inside a solenoid. Okay. ഇതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കോറിൽ നമ്മൾ സോഫ്റ്റ് അയൺ വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാനും കഴിയും. ഓക്കെ. അടുത്തത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ് ഓർ ടൊറോയിഡൽ കോയിൽ എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു ടൊറോയിഡിന്റെ രൂപം എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എൻഡ്ലെസ് സോളിനോയിഡ് ബെൻഡ് ഇൻടു ദ ഫോം ഓഫ് എ റിംഗ്. ഒരു റിംഗിന്റെ രൂപത്തിൽ വളച്ചെടുത്തിരിക്കുന്ന ഒരു അഗ്രമില്ലാത്ത സോളിനോയിഡ് എന്ന് പറയും. അതാണ് ഒരു ടൊറോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഷേപ്പ്. ടൊറോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആക്സിയലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ ഫോം ചെയ്യും. ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഇതിന്റെ ഇരുവശങ്ങളിലും ഇൻസൈഡും ഔട്ട്സൈഡും, ഈ റിങ്ങിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഫീൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ആക്സിയൽ ഫീൽഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇതിന്റെ സ്ട്രക്ചർ കാണിക്കാനായിട്ട് ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ടേൺസ്, ഇതാണ് കറണ്ട് നമുക്ക് നേരെ വരുന്നത്, ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോരും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ നേരെ അങ്ങോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് കറണ്ട് പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. So these points indicate currents flowing out of the board and the crosses indicate currents flowing into the board. ആ രീതിയിൽ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഈ കാണുന്ന ടൊറോയിഡിന്റെ, ഇതാണ് ടൊറോയിഡ്, ടൊറോയിഡിന്റെ ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റ് Q
എടുക്കാം, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. Then for that to find the value of the magnetic field at a point Q outside the toroidal ring, we imagine an ambient loop in the form of a circle of radius r1. r എന്ന റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ രൂപത്തിൽ ഒരു ആംബിയന്റ് ലൂപ്പ് നമ്മൾ ഇവിടെ ഇമാജിൻ ചെയ്യണം. Then by symmetry we can imagine that if there is a magnetic field, the magnetic field will be tangential to the circular ambient loop. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് ആംബിയർ സർക്യൂട്ടിലോ സിംപ്ലസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? L into B equals mu0 into I, where I is the total current enclosed. ഇവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദിസ് ആംബിയൻ ലൂപ്പാണ്. ഈ ഫസ്റ്റ് ലൂപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πr1 ആയിരിക്കും. r1 is the radius of this ambient loop. So 2πr1 into the field at this point Q or along the ambient loop may be taken as a B1. Then 2πr1 into B1 will be equal to mu0 into the net current enclosed. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ആംബിയന്റ് ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന കറണ്ട്, അകത്തേക്ക് പോകുന്ന കറണ്ട്. പുറത്തേക്ക് വരുന്ന കറണ്ടും അകത്തേക്ക് പോകുന്ന കറണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. നെഗറ്റീവും പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദിസ് ഇൻറ്റു 0 ആയിരിക്കും. അങ്ങനെ ഇത് 0 ആകുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 0 ഓർ വി ഗെറ്റ് B1 equal to 0. That means there is no magnetic field outside the toroidal ring. There is no magnetic field outside the toroidal ring. ഈ toroidal ringന്റെ outside ആയിട്ട് magnetic field 0 ആയിരിക്കും. പെർമിറ്റിവ് ഫീൽഡ് ഇല്ല. ഇനി നമുക്ക് അടുത്ത ഒരു റിംഗ് എടുക്കാം, ഇൻസൈഡ് ആയിട്ടുള്ള കേസ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത Q എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡാണ്. അത് എന്താണ്? 0 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി അടുത്ത ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നത് at this point, that means P, at P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. It is inside the toroidal ring. Toroidal ringന്റെ ആ റിങ്ങിന്റെ അകത്താണ്. ടൊറോയിഡിന്റെ കോറിനകത്തല്ല. ഇതാണ് ടൊറോയിഡ് എന്ന് പറയുന്നത്. അതിന്റെ കോറിൽ കാണുന്നതാണ്. ആ കോറിലെ പോയിന്റ് നമ്മൾ S പരിഗണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് എടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ ഇൻസൈഡിലുള്ള ഒരു പോയിന്റ് P ആണ്. Now in order to find the magnetic field at this point P, here again we imagine an ambient loop in the form of a circle with the center at the center of the toroid and having a radius equal to R3. R3 എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. Here also we can apply the same law, that means L into B equals mu0 into I. That means here elements the length of this path, that means it is 2πr3 into here the field at this point P may be taken to be B3. So B3 equals mu0 into the net current and loss. Here this path does not contain any portion of a circuit. It does not contain any current. So the net current enclosed by this ambient loop is clearly 0. So this into IE means this into 0 or this is equal to 0. Thus we get B3 equals 0. അതായത് ഈ ഒരു ടൊറോയിഡിന്റെ പുറമേയുള്ള പോയിന്റ് നമ്മൾ എടുത്തു. അവിടെ മാഗ്നെറ്റിക് ഫീൽഡ് 0 എന്ന് നമ്മൾ കണ്ടെത്തി. അകത്തൊരു പോയിന്റ് എടുത്തിരിക്കുന്നു, P എന്ന് പറയുന്ന പോയിന്റ്. അവിടെ മാഗ്നെറ്റിക് ഫീൽഡ് 0 എന്ന് കണ്ടെത്തി. ഇനി നമുക്ക് സോളിനോയിഡ് കോറിൽ ഉള്ള ഒരു പോയിന്റ് എസിലെ മാഗ്നെറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. That means at S ഇവിടുത്തെ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് here again we consider an ambient loop in the form of a circle of radius R2, and ambient circuit law can be written as LB equals dou 0 into IE. Here L means total length of the path, that means
it is 2 pi r2 into B. B is the field at the point S. So 2 pi r2 into B equals mu 0 into the net current induced by this ambient loop is equal to current flowing through each turn into total number of turns. ഇതിലെ total number of turns of the toroid is taken as capital N. Then the value of I is N into I. This is the total current induced by this ambient loop of radius R2. Now we can write this as 2 pi into R2 means radius of this toroid. R2 എന്ന് പറയുന്നത് ഈ ടൊറോയിഡിന്റെ ആ ഒരു റേഡിയസ് ആയിട്ട് സ്മോളർ ആയിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് we can write this as 2 pi r into B equals mu 0 into N into I. Thus we get B as B is equal to എന്തായിരിക്കും mu 0 into N divided by 2 pi r അത് ഒന്നിച്ച് എഴുതാം into I. Now this N by 2 pi r means the total number of turns of the toroid divided by length. Total length 2 pi r. So this is the number of turns per unit length. That means this is equal to mu 0 into small n into I. If small n is the number of turns per small n is the number of turns per unit length, then B is equal to mu 0 n I. ഇതാണ് ഒരു ടൊറോയിഡിന്റെ കോറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ സോളിനോയിഡ്. അത് നമുക്ക് ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ടൊറോയിഡ് അതിന്റെ റേഡിയസ് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ എ സ്മോൾ പോർഷൻ ഓഫ് ദ ടൊറോയിഡ് അപ്പിയേഴ്സ് ടു ബി എ സോളിനോയിഡ്. സോളിനോയിഡായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് സോളിനോയിഡിന്റെ ഫീൽഡായ മ്യൂസീറോയിന്റെ എൻ ഐ തന്നെയാണ് ടൊറോയിഡിന്റെ കോറിലെ ഫീൽഡ് എന്ന് നമുക്ക് ആ രീതിയിലും കണ്ടുപിടിക്കാം. So this is the expression for the magnetic field inside the core of the toroid. എന്തായിരിക്കും അതിന്റെ ഡയറക്ഷൻ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതുപോലെ ടാൻജൻഷ്യൽ ടു ദ ambient loop ആയിട്ട് നമുക്ക് അതിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ആക്സിയൽ ആയിട്ട് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഇതുപോലെ അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് direction inside the toroidal solenoid. Okay.